ഇത് എന്തുകൊണ്ട് എനിക്ക് അപ്ലൈ ചെയ്തുകൂടാ എന്ന് ഞാൻ അവിടെ ഇരുന്ന് ആ മൊമെന്റ് സാർ ആക്ഷൻ അവിടെ എടുക്കുമ്പോൾ ഞാൻ പുറകിൽ ചിന്തിച്ച് ആക്ഷൻ എടുത്തു, തൊട്ട് പുറകില്. നെക്സ്റ്റ് ഡേ രാവിലെ ഞാൻ 9 മണിക്ക് ആക്ഷൻ എടുത്തു. എനിക്കൊരു 10:30 ആയപ്പോഴത്തേക്ക് പേയ്മെന്റ് ജനറേറ്റ് ആയി അക്കൗണ്ടിൽ. ഏകദേശം ഞാൻ അന്ന് ഇവന്റ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് 2,80,000 രൂപ സെയിൽ അന്ന് ക്ലോസ് ചെയ്തു. ഹായ് ഷൈൻ, നമ്മുടെ ഹോളോ ഫ്രെയിമിലേക്ക് ഹാദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്കഷനിലൂടെ ഒരു വ്യക്തിയെങ്കിലും നമ്മൾ ഇൻസ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഷൈൻ കരിയർ ഡെവലപ്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്, കുട്ടികളുടെ ഏറ്റവും നല്ല ഭാവിക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. ശരിക്കും ഷൈൻ എന്താണ് ശരിക്കും ഇപ്പോൾ ഒരു മിഷൻ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തായിരുന്നു നേരത്തെ കാൽസോളിൽ വരുന്നതിന് മുമ്പ് ഷൈൻ എന്തായിരുന്നു? അതിനുശേഷം ഇതുവരെയും ഷൈൻ വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, താങ്ക് യു സാർ ഈ അവസരം തന്നതിന്. ഞാൻ ആക്ച്വലി കാൻസോളിന് വരുന്നതിന് മുന്നേ എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് ആയിട്ട് അഡ്മിഷൻ ചെയ്യുന്ന ഒരു ഏജന്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് സ്റ്റാർട്ടിങ്ങില്, ബിഗിനിങ് ടൈമിൽ. പിന്നെ അത് കുറച്ചുകൂടി മാറിയിട്ട് ഒരു പ്രൊഫഷണലൈസ് കരിയർ കൗൺസിലിംഗ് മാത്രം, ഒരു പർട്ടിക്കുലർ കോഴ്സിനെ കുറിച്ച് നന്നായിട്ട് സംസാരിക്കുക, സ്റ്റുഡൻസിന് അവെയർ കൊടുക്കുക. ഇതായിരുന്നു ഒരു 16 വർഷത്തിന് മുന്നേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അന്ന് ബേസിക്കലി എഞ്ചിനീയറിംഗ് ഏത് ടോപ്പിക് ചോദിച്ചാലും നമ്മൾ പറഞ്ഞു കൊടുക്കും. പിന്നീട് അതിൽ നിന്ന് മാറി ഷിഫ്റ്റ് ഔട്ടായി മെഡിക്കലിലേക്ക് വന്നു, MBBS എന്നൊരു കോൺസെപ്റ്റിലേക്ക് വന്നു. MBBS എങ്ങനെയാണ്, പലരും ഈ ഇങ്ങനെ അഡ്മിഷൻസ് എടുക്കുന്നുണ്ട്, അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോട്ടോകോള്, കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ പഠിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് കുറച്ച് അവെയർ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക, സർവീസ് മേടിക്കുക. ഇപ്പം മോർ ദാൻ കേരളത്തിനകത്ത് പുറത്തുമൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. തമിഴ്നാട്, കർണാടക ഇങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ കാൻസോളില് ഇപ്പൊ സാറിനെ പരിചയപ്പെട്ടിട്ട് ഏകദേശം ഒരു 6 വർഷമായി. അപ്പൊ സാർ അന്ന് എനിക്കൊരു ഒരു കാര്യം, അന്ന് അപ്പോളോ ദിമോറെ വെച്ചൊരു കാര്യം എന്നോട് പബ്ലിക്കിൽ പറഞ്ഞ കാര്യമാണ്. പർട്ടിക്കുലർ ഒരു സംഭവത്തിലേക്ക് അന്ന് സാറ് പറഞ്ഞ സംഭവം പിന്നെ ഞാനത് സ്വിച്ച് ചെയ്ത്, മീൻസ് ഇത് രണ്ടും ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആർക്കും ഇപ്പം പലരും ചെയ്യുന്ന ഒരു കാര്യത്തിൽ എന്താണ് വ്യത്യാസം നമുക്ക് ഉണ്ടാക്കുക എന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ ഇമോഷനിലും നമ്മുടെ സ്റ്റോറിയും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അന്ന് പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് അത് മനസ്സിലായത് സാറിന്റെ ഓരോ വെബിനാറിലും പങ്കെടുക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഇത്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ശരിക്കും ഇത് ചെയ്തത്, ഞാൻ ചെയ്യുന്നതിൽ സാറ്റിസ്ഫൈഡ് ആണോ, ഞാൻ എന്നോട് തന്നെ ചോദിച്ചു തുടങ്ങി. ശരിക്കും കാൻസോൾ കൊണ്ട് എനിക്ക് ഭയങ്കരമായ ഒരു മാറ്റം എന്ന് വെച്ചാൽ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ആണോ ശരി, ഞാനിത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഫാമിലി തന്നെ എനിക്ക് ഭയങ്കര എതിർപ്പായിരുന്നു, ഞാൻ ഈ ഒരു പ്രൊഫഷനിൽ നിൽക്കുന്നുണ്ട്. അവർ നോക്കുമ്പോഴത്തേക്ക് നോർമലി എല്ലാവരും ചെയ്യുന്ന ഒരു ഏജൻസി പണിയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എവിടെയാണ് കിട്ടുന്നത്? ഒരു കുട്ടിക്ക് നമ്മളൊരു 100 കുട്ടികളെ നമ്മൾ കരിയർ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ എല്ലാവരും നമ്മൾ ചെയ്യുന്നത് 90% കറക്റ്റ് ആയിരിക്കും, ഒരു 10% എവിടെയെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. ഈ 90% നിന്നും എങ്ങനെ 100%ലേക്ക് ആ ബാക്കി 10 എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ളത് ശരിക്കും കാൽസോൾ കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷം പ്രവീൺ സാർ ത്രൂ എനിക്ക് മനസ്സിലായി. കാരണം നമുക്ക് ആ 10% ഫില്ല് ചെയ്യാൻ നമ്മൾ ആ വരുന്ന സ്റ്റുഡന്റിനെയും പേരന്റിനെയും ഇരുത്തിക്കൊണ്ട് നമുക്ക് സംസാരിച്ചാൽ അവിടെ സൊല്യൂഷൻ ഉണ്ട്. ഈ പേരൻസിന്റെയും സ്റ്റുഡൻസിന്റെയും ഇമോഷണൽ ഫീലിംഗ് ജസ്റ്റ് ഒന്ന് നമ്മൾ ഹുക്ക് ചെയ്ത് കൊളുത്തി കൊടുത്താൽ മതി. അത് ശരിക്കും ഞാൻ മനസ്സിലാക്കി. കാരണം എല്ലാവരും ഇപ്പൊ എന്റെ മുമ്പിൽ വരുന്ന എല്ലാ പേരൻസും ഫൈനാൻഷ്യലി സോളിഡ് അല്ല, പലരും ലോണൊക്കെ എടുത്തിട്ടായിരിക്കും വരുന്നത്. അപ്പം ഞാൻ കാരണം ഒരു സ്റ്റുഡന്റ് എന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ലോൺ എടുത്താണ് പഠിക്കുന്നതെങ്കിൽ ആ സ്റ്റുഡന്റിന് ഞാൻ ഒരു 4 to 6 years ആണ് കോഴ്സ് ഡ്യൂറേഷൻ എങ്കിൽ ആ ഡ്യൂറേഷൻ വരെ ട്രാവൽ ചെയ്യിക്കുകയും പ്ലേസ്മെന്റ് ഓപ്ഷൻസ് എവിടെയൊക്കെ ഉണ്ട്, ആൾ പാസ്സാവുകയാണെങ്കിൽ ആ പ്ലേസ്മെന്റ് ഓപ്ഷൻ എവിടെയൊക്കെ ഉണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിമിഷം. അതിന് ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ എന്റെ റെസ്പോൺസിബിലിറ്റി ഇതാണ്. മീൻസ് ഒരു കോഴ്സിലേക്ക് ഒരു സ്റ്റുഡന്റ് വന്നു കഴിഞ്ഞാൽ ആ സ്റ്റുഡന്റിനെ ഒരു 6 to 7 years ആ കോഴ്സ് കഴിഞ്ഞാലും ആൾക്കൊരു ബേസ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ,
അതായത് മുമ്പ് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ രജിസ്ട്രേഷൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നു, പക്ഷെ ഇപ്പോൾ നമുക്ക് വരുന്ന ഓരോരുത്തരും ഇടയ്ക്ക് വെച്ചൊന്നും ഡ്രോപ്പ് ഔട്ട് ആവാതെ അതിൻ്റെ ഒരു എൻഡ് പോയിന്റിലേക്ക്, ഒരു ജോലിയിലേക്ക് എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ അവരെ കെയർ ചെയ്യുക, ഒരു പൂർണ്ണതയിലേക്ക് എത്തുക, ആ ഒരു വാല്യൂ ആണ് ഇപ്പൊ കീപ്പ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. യെസ് ഇവിടെ യെസ്. ഇതിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ വീഡിയോ ചലഞ്ച്, ക്യാമറയുടെ പ്രസൻസ്, ഇത് എങ്ങനെയാണ് ഷൈനെ കൂടുതൽ ഹെൽപ്പ് ചെയ്തത് വീഡിയോയുടെ ഫ്രണ്ടിലേക്ക് വരാനായിട്ട്? ഞാൻ ശരിക്കും ക്യാൻസർ കമ്മ്യൂണിറ്റി വന്നിട്ട് ഏകദേശം കഴിഞ്ഞ 2024 ഫെബ്രുവരിയിലാണ് ഞാൻ എടുക്കുന്നത്, 2024. അപ്പം ശരിക്കും ഈ സാറ് പാത്വേക്ക് പറയുമ്പോഴത്തേക്ക് എനിക്കിത് എന്തിനാണ്, ഞാൻ എന്റെ ഹോണസ്റ്റ്ലി എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പറയുക, എനിക്കിത് എന്തിനാണ്, ഞാൻ എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ, എന്നെ തേടി ആളുകൾ വരുമല്ലോ. റെഫറൻസ് സീറ്റ് ആണ് എനിക്ക് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ക്രമേണ കുറഞ്ഞത് ഞാൻ അറിഞ്ഞില്ല. ഒരു 5-6 വർഷമായിട്ട് ഇത് ക്രമേണ കുറയുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തുകൊണ്ടായിരിക്കും? അപ്പൊ ഞാൻ വൈഫുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു. ഒന്നുമില്ല, ജസ്റ്റ് ലാപ്ടോപ്പോ അല്ലെങ്കിൽ മൊബൈലോ ഓപ്പൺ ചെയ്യാതെ ആക്സസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓഫ്ലൈൻ ഇവന്റിന് പങ്കെടുത്തു. അപ്പോഴും ഈ എന്റെ കുറവുകൾ ആളുകൾ എങ്ങനെ കരുതും എന്ന് കരുതിയിട്ട് ശരിക്കും ഞാൻ മടിച്ചിരുന്നത്. അപ്പൊ എന്റെ ഈ ഇന്റർവ്യൂ കണ്ടിട്ട് ഒരാൾക്കെങ്കിലും മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് തുറന്നു പറയുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും മടിക്കരുത്. കയ്യിലിരിക്കുന്ന മൊബൈല് നിങ്ങൾ എടുക്കുക, അത് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് ക്യാമറയെ നോക്കി കറക്റ്റ് ആയിട്ട് പറയുക. ഇത് പറഞ്ഞാൽ തന്നെ നിങ്ങളൊരു 50% ഓക്കെ ആയി. ഈ ഫോർമാറ്റ് ഞാൻ ഇപ്പൊ എനിക്കൊന്നൊരു ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ വരെ ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു പേടി മാറി. കാര്യം നമുക്ക് നമ്മുടെ കയ്യിൽ ടോപ്പിക് ഉണ്ട്, നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്കൊരു സ്റ്റോറി ഉണ്ട്. ഇത്ര മാത്രം നമ്മൾ പറഞ്ഞാൽ ഇതാണ് ശരിക്കും ജനങ്ങൾക്ക് ഇതാണ് വേണ്ടത്. എനിക്ക് ഭയങ്കരമായ മാറ്റമാണ് ഉള്ളത്. കാരണം എന്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് യാദൃശ്യമായിട്ട് നല്ലൊരു കോള് വന്നു. ആള് നഴ്സിംഗ് സീറ്റ് ചോദിച്ചു വിളിച്ചു. ഞാൻ പുള്ളിയോട് തിരിച്ചു ചോദിച്ചു, സാറ് ഇപ്പോഴത്തെ ഡിമാൻഡ് കണ്ടിട്ടാണോ, അഡ്വർടൈസ്മെന്റുകൾ കണ്ടിട്ടാണോ ഈ കോഴ്സിന് പോണത്, മകൻ എന്താണോ വേണ്ടതെന്ന് സാറൊന്ന് ചോദിച്ചിട്ട് സാറെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ നമുക്ക് ഇരിക്കാം എന്ന് പറഞ്ഞ ഞാൻ കോള് കട്ട് ചെയ്യുകയോ ചെയ്തത്. ഇത് ശരിക്കും ഒരു അഡ്മിഷൻ സാധാരണ രീതി വന്നു കഴിഞ്ഞാൽ എൻക്വയറി വന്നാൽ ഞാൻ കളയത്തില്ല. പക്ഷെ ഇപ്പൊ എൻക്വയറികള് ഞാൻ കളയുന്നു എന്നുള്ള അഹങ്കാരത്തോടെ പറയല്ല, പക്ഷെ പേരന്റും സ്റ്റുഡന്റും ചിന്തിക്കാൻ വേണ്ടിയുള്ള കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ നാളെ എന്റെ വീഡിയോ വരുന്നത് ഈ ടോപ്പിക്കാണ്, ഈ ഫോൺ കോളിന്റെ ടോപ്പിക്കാണ്. നാളെ ഒരു വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. അതെ, അതായത് നമ്മൾ നേരത്തെ ആണെങ്കിൽ ഒരു ലീഡ് വന്നാൽ അത് എങ്ങനെയാണ് അഡ്മിഷൻ ആക്കുക എന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇതിലേക്ക് വന്നതിന് ശേഷം അഡ്മിഷൻ എടുക്കുക എന്നുള്ളതിനുപരി ആ ഫാമിലിക്ക് അല്ലെങ്കിൽ ആ പാരന്റ്സിനും കുട്ടിക്കും ശരിയായ ഒരു കരിയർ ആണോ, അവർക്കത് പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങി. അതിനനുസരിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴത്തേക്കും തീർച്ചയായിട്ടും അങ്ങനെ സംസാരിച്ചപ്പം അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം രജിസ്ട്രേഷനിൽ വരുന്നുണ്ടോ, സെയിൽസിൽ വ്യത്യാസം വരുന്നുണ്ടോ? അതില് സെയിൽസിലും മാറ്റമുണ്ട്, ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം സാറിന് എന്റെ പ്രൊഫൈല് ചെക്ക് ചെയ്യുമ്പോൾ അറിയാം, 1 2 വന്നിട്ട് നമുക്ക് ഓരോ ദിവസവും അപ്ഗ്രേഡ് ചെയ്തോണ്ടിരിക്കുവാണ്. 2 ലീഡ് 3 ലീഡ് മതി, പക്ഷെ വരുന്ന ആൾക്ക് 100% വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ്. അവരെ കെയർ ചെയ്യുക. അതിന് ഏത് കോഴ്സ് തന്നെ ആയാലും അവർ കെയർ ചെയ്യുക എന്നുള്ളതാണ് 100%. അത് തന്നെയാണ് എന്റെ ലക്ഷ്യം. അതെ, വളരെ കുറച്ച് ലീഡ് വന്നാലും വരുന്ന ലീഡ്സിനെയൊക്കെ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, കൃത്യമായിട്ടുള്ള വാല്യൂ കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു വീഡിയോ കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവരോട് ഷൈൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ എന്താണ് ഷെയർ ചെയ്യാനുള്ളത്? ഇപ്പോൾ ചിലപ്പോൾ നല്ല നോളജ് ഉള്ളവരുണ്ടായിരിക്കും, അവർ ക്യാമറയിൽ വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ക്യാമറയിലേക്ക് വരണം. ഈ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച്, അതായത് നമ്മൾ നേരത്തെ ചെയ്തിരുന്നതിനേക്കാളും ഇപ്പോൾ കുറച്ചുകൂടെ ഒരു വാല്യൂ, എനിക്ക് ബിസിനസ് നടന്നാലും ഇല്ലെങ്കിലും വാല്യൂ കൊടുക്കണമെന്ന് ചിന്തിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബിസിനസ് നടക്കുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു ഈ ഒരു മൈഗ്രേഷനിലേക്ക് വന്നത്? ഏത് മൊമെന്റിലാണ് ആ ഒരു വാല്യൂ കൊടുക്കണമെന്ന് തിരിച്ചറിഞ്ഞത്? ഞാൻ സാറിന്റെ ഒരു ഇവന്റ് പങ്കെടുത്തായിരുന്നു നമ്മുടെ ഗ്രാൻഡ് ഹയത്തിൽ വെച്ചിട്ട്. സാറ് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പറിലെ ഒരു സാറിന്റെ പേര് ഞാൻ മറന്നുപോയി, ആ മോളെ വിളിച്ചിട്ട്, സാർ ഇങ്ങനെ 9ാം ക്ലാസ് പഠിക്കാവുന്ന ആ കുട്ടി, സാർ ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് റാൻഡമായിട്ട് ഫാമിലി ആയിട്ട് പുള്ളി അന്ന് വിളിച്ചു. സാറാ ജസ്റ്റ് മൊമെന്റ് സ്റ്റേജിൽ കൊണ്ടിരുത്തി. സ്റ്റേജിൽ നിങ്ങൾ രണ്ടുകൂടെ സ്റ്റേജിലിരുന്നു, എന്ത് കോഴ്സാണ് നമുക്ക് പഠിക്കാൻ താല്പര്യം, MBBS ആണ് കുട്ടി പറഞ്ഞു. അപ്പൊ എന്തൊക്കെ സാർ ചെയ്യണം എന്നുള്ളത് നീറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. ഈ MBBS കഴിഞ്ഞ് സാർ എന്തിലേക്കാ പോകണം, അപ്പൊ പീഡിയാട്രിക്. അപ്പൊ ഞാൻ ശരിക്കും അന്നത്തെ എന്റെ ആ ഒരു ശരിക്കും എന്റെ മോമെന്റ് അതായിരുന്നു. ശരിക്കും ഒരു
5-10 മിനിറ്റ് കൊണ്ട് ഒരു കുട്ടീനെ അതിന് ജേർണി ട്രാവൽ ചെയ്ത് ഫുൾഫിൽ ചെയ്ത് ആ പോയിന്റിൽ കൊണ്ട് സാർ നിർത്തി. അതെന്റെ ശരിക്കും പറഞ്ഞാൽ ഞാനത് ഇപ്പോഴും അത് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ശരിക്കും ഞാനത് കണ്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഏതെങ്കിലും ഒരു കൺസൾട്ടന്റിനെ പോലെയോ കൺസൾട്ടൻസിയെ പോലെയോ ഞാനും ഇപ്പോഴും അഡ്മിഷൻ ചെയ്ത് നടക്കുന്നുണ്ടാവും. പക്ഷെ ആ ഒരു ട്രാവലിംഗ് ഞാനത് കണ്ടതുകൊണ്ട്, ആ ജേർണി കണ്ടതുകൊണ്ടാണ് എനിക്ക് ഇന്നും എന്റെ ഉള്ളിൽ അത് തന്നെ നിൽക്കുന്നത്. യെസ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ചെയ്യാൻ തീരുമാനിച്ചതും. ഇതാണ് എന്റെ ഞാൻ ഇങ്ങനെ ചെയ്താലാണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആവുക എന്നുള്ളത് മനസ്സിലാക്കി. യെസ്. പിന്നെ രണ്ടാമത്തെ ഒരു മൂവ്മെന്റ് ഉണ്ട്. നമ്മുടെ 4 ഡേ ഓഫ്ലൈൻ ഇവന്റില് ഞങ്ങള് സെയിം പ്രൊഫഷനിലുള്ള 4 പേരെ ഇരുത്തി ഒരു പേരന്റുമായിട്ട് സംസാരിച്ചു. അന്നും ഇമോഷണലി ടച്ച് ചെയ്ത ഒരു പേരൻസിനോട് എങ്ങനെ സംസാരിക്കാം, അവരുടെ നീഡ് എന്താന്ന് അവർക്ക് തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക. ഇത് എനിക്കത് ചെയ്യാൻ കഴിഞ്ഞു. അതും ഒരു ഭയങ്കര ഹാപ്പി മൂവ്മെന്റ് ആയിരുന്നു. ഓക്കെ, വളരെ സന്തോഷം. ഇപ്പൊ ഞാൻ ഈ വീഡിയോ കാണുന്ന ഒത്തിരി ചിലപ്പോൾ കുട്ടികളുണ്ടായിരിക്കാം, പാരന്റ്സ് ഉണ്ടായിരിക്കാം. കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഷൈനിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. പ്രത്യേകിച്ച് നമുക്ക് ചില ആൾക്കാർ ചില കാര്യങ്ങൾ പറഞ്ഞു തരില്ല. അപ്പോൾ എല്ലാം ഓപ്പൺ ആയിട്ട് പറഞ്ഞു തരുന്ന ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അസറ്റാണ്. ചില കോഴ്സസ് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹിച്ചു പോകുമ്പോൾ അത് എടുക്കരുത് എന്ന് പറയുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്. കാരണം എല്ലാവരും ചിന്തിക്കുന്നത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കറക്റ്റ് കാര്യങ്ങൾ കാണിച്ചു തരുന്ന ഒരാളോട് സംസാരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പർ ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ ഷൈൻ്റെ റീസെന്റ് അച്ചീവ്മെന്റ്സ് എന്താണ്? കാൽസോൾ വന്നതിന് ശേഷമുള്ള അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ്? അത് ശരിക്കും സാറ് തന്നെ ലൈവില് സലാമൊക്കെയായിട്ട് ഒരു ലൈവ് സെക്ഷൻ നടത്തിയായിരുന്നു. അവിടെ പുള്ളിക്ക് വന്നൊരു ലീഡ് എങ്ങനെ ക്ലോസ് ചെയ്യണം. അപ്പൊ ഞങ്ങളെല്ലാം അൺഎക്സ്പെക്ടഡ് ചെയ്തൊരു എമൗണ്ട് ആണ് സാർ. ഞാൻ എമൗണ്ട് ഫിഗർ പറഞ്ഞോട്ടെ? അതെ, പറയാം. 1 CR ഒരു ലിങ്ക് സാറ് സലാമക്കെ കൊണ്ട് ജനറേറ്റ് ചെയ്ത് ആളുടെ ക്ലയന്റിനെ അയപ്പിച്ചു. അപ്പൊ എന്തിനാ ഞങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു. എന്തിനാ 1 CR ഒരു കൺസൾട്ടേഷൻ അയക്കുന്നു? പുള്ളിയുടെ വാല്യൂ, പുള്ളി എന്ന് പറയുന്ന സലാമക്ക എന്ന് പറയുന്ന ആളുടെ വാല്യൂ ഹൈ ആണെന്നും ആളുടെ കൺസൾട്ടേഷൻ എടുക്കുന്ന ഇതാണെന്നും പിന്നെ ആ എമൗണ്ട് തിരിച്ച് റിവേഴ്സ് ബാർഗനിങ് വരും എന്ന് സാറ് പറയുകയും ചെയ്തു. ഇത് എന്തുകൊണ്ട് എനിക്ക് അപ്ലൈ ചെയ്തുകൂടാ എന്ന് ഞാൻ അവിടെ ഇരുന്ന് ആ മൊമെന്റ് സാർ ആക്ഷൻ അവിടെ എടുക്കുമ്പോൾ ഞാൻ പുറകിൽ ചിന്തിച്ച് ആക്ഷൻ എടുത്തു. തൊട്ട് പുറകില് നെക്സ്റ്റ് ഡേ രാവിലെ ഞാൻ 9 മണിക്ക് ആക്ഷൻ എടുത്തു. എനിക്കൊരു 10:30 ആയപ്പോഴത്തേക്ക് പേയ്മെന്റ് ജനറേറ്റ് ആയി അക്കൗണ്ടിൽ. ഏകദേശം ഞാൻ അന്ന് ഇവന്റ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് 2,50,000 രൂപയുടെ സെയിൽ അന്ന് ക്ലോസ് ചെയ്തു. ഒറ്റ ദിവസം ഉണ്ട്. അതെ, കാരണം ഇതൊരു മൈൻഡ് സെറ്റ് ചേഞ്ച് ആണ്. നമ്മൾ എവിടെ പൊസിഷൻ ചെയ്യണം, പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് പറയാം. ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അക്കൗണ്ടിൽ പൈസ വരും എന്നുള്ളതാണ്. വളരെ സന്തോഷം. അപ്പോൾ എനിക്ക് ഉള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു തിരിച്ചറിവ്, ഒരു വ്യത്യാസം വന്നെന്നുള്ളത് ഇനി വളരെ ഫാസ്റ്റ് ആയിരിക്കും. കാരണം നമുക്ക് ഇത്രയും വർഷത്തെ നോളജ് ഉണ്ട്, എക്സ്പീരിയൻസസ് ഉണ്ട്, മാർക്കറ്റിൽ വാല്യൂ എടുക്കണം, ഒന്നുമില്ലെങ്കിൽ നമുക്ക് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയണം നമ്മൾ ചെയ്യുന്ന ജോലിയിൽ. അങ്ങനെ വരുമ്പോഴത്തേക്കും ആയിരക്കണക്കിന് കുട്ടികളെ വിദേശത്ത് നല്ല ജോലിയിലേക്ക് എത്തിക്കാനായിട്ടും, ശരിക്കും കുട്ടികൾ എന്ന് പറയുമ്പോൾ ശരിക്കും ഫാമിലിയാണ് രക്ഷപ്പെടുന്നത്, കുട്ടികൾ മാത്രമല്ല. ആ ടോട്ടൽ ഫാമിലിയെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു വലിയ ദൗത്യത്തിലാണ് ഷൈനായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹോളോ ഫ്രെയിം നമ്മുടെ ഒരു ഫസ്റ്റ് ഹോളോ ഫ്രെയിം ആണ്. ഇനിയും ഒത്തിരി ഉന്നതങ്ങളിലേക്ക് പോകാൻ കഴിയട്ടെ. ഫൈനലി നമ്മുടെ കാൽസോൾ കമ്മ്യൂണിറ്റിയുടെ ഒരു 1 CR മെമ്പറായിട്ട് വളരെ വേഗത്തിൽ വരാൻ കഴിയട്ടെ. ആ സമയത്ത് നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള ഹോളോ ഫ്രെയിമിലേക്ക് ഒരുമിച്ച് വിടാം. മറ്റെന്തെങ്കിലും മെസ്സേജ് ഷൈന് നമ്മുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മെമ്പേഴ്സിനോടോ, അല്ലെങ്കിൽ കാൽസോളിൽ തന്നെ ചിലപ്പോൾ ഓൾറെഡി മെമ്പേഴ്സ് ആയിരിക്കുന്നവർ ഡയമണ്ട്സിലൊക്കെ വരാതെ നിൽക്കുന്നവരുണ്ടായിരിക്കാം. കാരണം ഡയമണ്ട്സ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരുടെ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ എങ്ങനെയാ ഷൈൻ കൊടുക്കുന്ന മെസ്സേജ്, കാൽസോളിലേക്ക് വരാനിരിക്കുന്നവർക്ക് കൊടുക്കുന്ന മെസ്സേജും, അതോടൊപ്പം തന്നെ ഓൾറെഡി ഉള്ള മെമ്പേഴ്സ് എന്തുകൊണ്ട് ടോപ്പ് ലിസ്റ്റിലേക്ക് വരണം? ഞാൻ ഡയമണ്ടിലേക്ക് വരുന്ന ആദ്യത്തെ എക്സ്പീരിയൻസ് പറയാം. സാർ, നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ട് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ശരിക്കും ഞാനത് വീഡിയോ ചെയ്തൊരു ഫീഡിൽ ഇടാന്ന് കരുതിയിട്ടിരിക്കുന്ന ഒരു കാര്യം. ശരിക്കും ഒരാഴ്ച കറക്റ്റ് നമ്മുടെ സിൽവർ ഗ്രൂപ്പിൽ വന്ന ഒരാൾക്ക് നിസ്സാര സമയം കൊണ്ട് ഈ വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യാം. ഈ കോഴ്സിനകത്ത് എല്ലാം ഉണ്ട്. ഡയമണ്ടിലേക്ക്, അതായത് ആളുടെ ജീവിതം ഒരു 10x മാറണമെന്ന ആഗ്രഹമുള്ള ഒരാള് ആണെങ്കിൽ, ജീവിതം മെച്ചപ്പെടുത്തണമെന്ന ആഗ്രഹമുണ്ട്, ശരിക്കും ജനങ്ങൾക്ക് സൊസൈറ്റിക്കും വാല്യൂ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ആളുടെ എക്സ്പീരിയൻസും, ചെറിയ പ്രോഡക്റ്റ് ആയിക്കോട്ടെ വലിയ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അധ്യാപകരോ എങ്ങനെയുള്ള ആളുകളായിക്കോട്ടെ, അവർക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ഡയമണ്ടിലേക്ക് വരാം. വന്നാലുള്ള ഗുണം എന്ന് പറയുന്നത്
ഡയമണ്ടിൽ വന്നപ്പോഴത്തേക്കാണ് ഞാൻ സച്ചിനായാലും ചിത്ര മാഡം, സുജിത് സാറ്, പിന്നെ അങ്ങനെ എല്ലാരെയും എനിക്ക് പരിചയപ്പെടാൻ പറ്റി. കല്യാൺജി, ഞാൻ എല്ലാവരുടെയും പേര് എനിക്ക് പറയാൻ കഴിയില്ല, എന്നാലും ഓർമ്മയുള്ള എല്ലാവരുടെയും പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യും, ഇവർ ചെയ്ത ആക്ടിവിറ്റീസ് അവർ നമുക്ക് ഹോണസ്റ്റ്ലി പറഞ്ഞു തരും, ഇങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിരിക്കും, ചില മാറ്റങ്ങൾ വരും എന്ന് അവർ നമുക്ക് അവരുടെ കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. പിന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ജോൺസ്, ഞാൻ എന്റെ പ്രൗഡ് മൂവ്മെന്റ് ആയിട്ട് ഞാൻ പറയാം, ജോൺസ് ഞാൻ വന്നത് ഞങ്ങൾ ഒരുമിച്ചാണ് വരുന്നത്. പക്ഷെ പുള്ളി 6 മാസം കൊണ്ട് ഹോളോ ഫ്രെയിമിൽ എത്തുകയും ഇപ്പൊ എനിക്ക് തോന്നുന്നു 1 CR എത്താറായി. ചുരുങ്ങിയ സമയം കൊണ്ട് മിനിമം നിങ്ങളുടെ കയ്യിലൊരു നല്ല മനസ്സും 100% വാല്യൂ കൊടുക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഡയമണ്ടിലേക്ക് വരിക. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ചെറിയൊരു എമൗണ്ട് ആണെന്ന് ഞാൻ പറയൂ, നിങ്ങൾക്ക് കിട്ടാൻ പോണ ഒരു 1 CR ആണ്. 1 CR മാത്രമല്ല, ഹൈലി പൊട്ടൻഷ്യൽ വാല്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. കാരണം നിങ്ങൾ ഈ വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയ പബ്ലിഷ് ചെയ്യുമ്പോൾ വാല്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ കുടുംബവും സൊസൈറ്റി എല്ലാം നിങ്ങളെ റെപ്യൂട്ടേഷൻ തരുന്ന കാര്യങ്ങളിലേക്ക് മാറും. ഇതാണ് സാർ എനിക്ക് പറയാനുള്ളത്. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഈ കാൽസോളിലേക്ക് ഇതുവരെയും വരാത്ത മെമ്പേഴ്സിനോട് എന്താ ഷെയർ ചെയ്യാനുള്ളത്? ഇത്രയും പെട്ടെന്ന് നിങ്ങൾ കാൽസോളിലേക്ക് എത്തുക. ഞാൻ ഇപ്പൊ എന്റെ സുഹൃത്തുക്കളിലേക്ക് ഒരു 6-7 പേരൊക്കെ റെക്കമെൻഡ് ചെയ്തു, നിങ്ങൾ ഇത് കണ്ടു നോക്ക് എന്ന് പറഞ്ഞ് ഷെയർ ചെയ്തു. അവർക്ക് പെട്ടെന്ന് ഈ എന്താന്നുള്ള കണക്ട് ആവുന്നില്ല, ഇതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ ഇങ്ങനെയാണ് ചെയ്ത്, ഞാനിപ്പം എന്താ ഫോൺ കോൾ എടുക്കാത്തത് ചോദിച്ചു. ഞാൻ റീസൺ ഇതാന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ടൈം ഷെഡ്യൂളാണ്, രാവിലെ ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ ഇന്ന കാര്യങ്ങളാണ്, പിന്നെ രാത്രി ഞാൻ ഫ്രീ ആവുള്ളൂ, ഫാമിലി ടൈമാണ്, വർക്കൗട്ട് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവർ ചോദിച്ചത് എങ്ങനെ മാറാൻ പറ്റി? മറ്റേത് ഞങ്ങൾ സാധാരണ എല്ലാവരും ഒരുമിച്ച് കൂടുന്നേ കഫേയിൽ എവിടെയെങ്കിലും. ഇപ്പൊ ഞാൻ അവൈലബിൾ അല്ല. റീസൺ ഇതാണ്, കാൽസോൾ കമ്മ്യൂണിറ്റി ആണ് എന്റെ റീസൺ. എന്റെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ ഒരു 1 year ആയിട്ട് പർപ്പസ്ഫുള്ളി ഇങ്ങനെ തന്നെയാണ് ഞാൻ മാനേജ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതലും താങ്ക്സ് പറയേണ്ടത് പ്രവീൺ സാറിനോട് തന്നെയാണ്. കാര്യം ഇത് ഡിസൈൻ, ഈ ഫ്രെയിം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതൊരു ചെറിയ സംഗതിയല്ല. ഒരാളുടെ ബ്രെയിനിലും മൈൻഡിലും തോന്നുന്ന ഒരു സാധനം, എനിക്ക് തോന്നുന്നു ഇപ്പൊ എനിക്ക് 2000 മുകളിൽ കാൽസോൾ കമ്മ്യൂണിറ്റിയിൽ മെമ്പേഴ്സ് ആയെന്ന് തോന്നുന്നു. അതിന് മുകളിലായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ എന്റെ അറിവില്. അപ്പം ഈ 2000 പേരുടെ ലൈഫ് ഡിസൈൻ ചെയ്തു എന്ന് തന്നെ പറയും. ഡയമണ്ടിലേക്ക് എത്രയും പെട്ടെന്ന് ഒരാളെങ്കിലും എന്റെ വീഡിയോ കണ്ടിട്ട് മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് വരിക. കാരണം ഞാൻ ഇതുപോലെ മടിച്ചു നിന്നാളാ, എനിക്ക് വന്ന നഷ്ടവും എന്താണെന്നുള്ളത് ഞാനിവിടെ ജസ്റ്റ് സൂചിപ്പിച്ചു. ഇമ്മീഡിയറ്റ് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുക, ഞങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യുക. യെസ്, വളരെ സന്തോഷം. അതായത് ഈ ഒത്തിരി തിരക്ക് പിടിച്ചൊക്കെ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു ഫാമിലി ടൈം, നോ പറയേണ്ടടുത്ത് നോ പറയുക, അങ്ങനെ ഒത്തിരി നമ്മളെന്നുള്ള വ്യക്തിയിലാണ് കാൽസോൾ വ്യത്യാസം വരുത്തുന്നത്. ആ വ്യത്യാസം നമ്മുടെ ബിസിനസ്സിലേക്ക് വരുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ ആരുടെ കൂടെയാണോ കൂട്ടുകൂടുന്നത് നമ്മൾ അതുപോലെ ആയിത്തീരും. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ ഈ ഒരു മീറ്റിംഗ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വീണ്ടും നമുക്ക് അടുത്തൊരു ഹോളോ ഫ്രെയിമിൽ വീണ്ടും കാണാം. താങ്ക് യു ഷൈൻ.